സർ, കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എം.പിയുമായ ശശി തരൂർ പറയാണ് CPM എന്ന് പറയുന്ന പാർട്ടി ഉറപ്പായിട്ടും 21ാം നൂറ്റാണ്ടിലേക്ക് കടക്കും. അത് പക്ഷേ 22ാം നൂറ്റാണ്ടിലായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു വലിയ വിമർശനവും പരിഹാസവും ഒക്കെയാണ്. അപ്പോൾ ഇതുവരെ CPMൽ ചില നേതാക്കളൊക്കെ ശശി തരൂരിനെ പിന്തുണയ്ക്കുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അവരെയൊക്കെ ഒന്നടങ്കം ആശങ്കയിലാഴ്ത്തുന്ന ഒരു പ്രസ്താവനയല്ലേ അത്? അതെ. അതായത് ശശി തരൂർ ഇതിനു മുമ്പ് നടത്തിയ ചില പ്രസ്താവനകൾ അദ്ദേഹത്തെ തന്നെ വിഷമത്തിലാക്കിയിട്ടുണ്ട്. അതായത് മാർക്സിസ്റ്റ് പാർട്ടിക്കും BJPക്കും ഒക്കെ അനുകൂലമായ ചില സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ നടത്തി അല്പം പ്രശ്നത്തിൽപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോൾ ഏതായാലും മാർക്സിസ്റ്റ് പാർട്ടി നന്നായിട്ടൊന്നും പരിഹസിച്ചിരിക്കുകയാണ്. അത് പരിഹാസം മാത്രമല്ല, അതിൽ വളരെയധികം സത്യമുണ്ട് എന്ന് വേണം കരുതാനായിട്ട്. മാർക്സിസ്റ്റ് പാർട്ടി എല്ലാ കാര്യങ്ങളും വളരെ വൈകിയാണ് മനസ്സിലാക്കുന്നതെന്ന് തോന്നുന്നു. നമ്മൾ ഈ കാലത്തിനനുസരിച്ച് മാറാനായിട്ട് അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾ റിപ്വാൻ വിങ്കിളിൻ്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ, അതുപോലത്തെ ഒരു ലേറ്റസ്റ്റ് ഡെവലപ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും അറിയാത്ത പോലെയാണ് മാർക്സിസ്റ്റ് പാർട്ടി പെരുമാറുന്നത്. പിന്നെ മൊബൈൽ ഫോൺ വന്നപ്പോൾ എതിർത്തു, കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, അതേപോലെ ഇവിടെ എന്തെങ്കിലും ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം വന്നാൽ എതിർക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ കാലം കഴിയുമ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് നടക്കും. ഇപ്പോൾ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നേരത്തെ ഇവിടെ എന്ത് വന്നു കഴിഞ്ഞാലും എതിർക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പോൾ വലിയ ഡെവലപ്മെൻറ്റ്സ് വേണം. പിന്നെ ആൾക്കാർക്ക് താല്പര്യമില്ലാത്ത അതേപോലെ റെയിൽ, ഫോൺ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കുറേ നടപ്പുണ്ട്. അപ്പോൾ ഇവരുടെ കാഴ്ചപ്പാടുകൾ കാലത്തിനനുസരിച്ച് മാറാത്ത കാഴ്ചപ്പാടുകളാണ്. അതാണ് പ്രശ്നം. പഴയ കാലത്ത് എന്തോയൊക്കെ ഈ കാൾ മാർക്സിൻ്റെ കാലത്ത് പറഞ്ഞു വെച്ചിട്ട് പോയ കാര്യങ്ങളൊക്കെ അതേപടി കാണാപ്പടം പിടിച്ചിട്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അല്ലാതെ കാലത്തിന് അനുസരിച്ച് മാറാൻ അവർക്ക് കഴിയുന്നില്ല. അതാണ് അവരുടെ കുഴപ്പം. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിൽ മൊത്തം അവർ തിരസ്കരിക്കപ്പെടുന്നതിൻ്റെ കാര്യം അതാണ്. കേരളത്തിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക് വേണമെങ്കിൽ പറയാം, ഞങ്ങൾ 2 പ്രാവശ്യമായിട്ട് തുടർച്ചയായിട്ട് ഭരിക്കുന്നു, ഞങ്ങൾക്ക് പോപ്പുലാരിറ്റി ഉണ്ടെന്നൊക്കെ പറയാം. പക്ഷേ അതിലൊന്നും വലിയ കാര്യമില്ല. പോപ്പുലാരിറ്റി ഉണ്ടെങ്കിൽ അവർക്ക് പാർലമെൻറ്റ് ഇലക്ഷനിലേക്ക് മത്സരിക്കുമ്പോൾ എന്താ ഒന്നും കിട്ടാത്ത. പിന്നെ ഇവിടുത്തെ മാത്രം കേരളത്തിലെ ഭരണം അല്ലെങ്കിൽ അസംബ്ലിയിൽ മാത്രം കിട്ടുന്നതിൻ്റെ കാര്യത്തിൽ അതിൻ്റെ പിന്നിൽ കുറച്ച് കമ്മ്യൂണിസ്റ്റും ഇവിടുത്തെ ലോക്കൽ പൊളിറ്റിക്സും ഒക്കെ ഉണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഇപ്പോൾ പാർലമെൻറ്റിനെ പറ്റി മാർക്സിസ്റ്റ് പാർട്ടി ഏകദേശം ഉപേക്ഷിച്ച പോലെ, അത് നമുക്ക് ബാലികേറാമലയാണ്, അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നുള്ള പോലെയാണ്. അവരിപ്പോൾ സംസാരിക്കുന്നതാകെ ഈ അസംബ്ലി ലെവലിലുള്ള കാര്യങ്ങളാണ്. അത് മാത്രമല്ല, കാലം മാറുന്നതനുസരിച്ച് അവർക്ക് മാറാനായിട്ട് കഴിയുന്നില്ല. അതേപോലെ അവരുടെ ഇത് മാത്രമല്ല, പല കാര്യങ്ങളിലും ഒരു വിചിത്രമായ കാഴ്ചപ്പാടുള്ളവരാണ്. ഉദാഹരണത്തിന് ചൈന 1962 ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ വളരെയധികം വിമർശനത്തിന് അവർ പാത്രമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈനയോട് സിമ്പതി പ്രകടിപ്പിക്കുന്ന പോലെയായിരുന്നു സംസാരം. അതേപോലെ ഇന്ത്യയോട് കൂറ് പുലർത്തുന്ന, ഇന്ത്യയെ പറ്റി അഭിമാനം കൊള്ളുന്ന രീതി അവർക്കില്ല. അതൊരിക്കലും പ്രകടിപ്പിക്കാറുമില്ല. ഇന്ത്യയെ താഴ്ത്തി കെട്ടുന്ന രീതിയിലേ അവർ സംസാരിക്കാറുള്ളൂ. അതേസമയം ചൈനയോട് വലിയ ഭക്തിയാണ് താനും. അപ്പോൾ ലോകം മുഴുവനും കമ്മ്യൂണിസം തിരസ്കരിക്കപ്പെടുന്നു. പക്ഷേ കേരളത്തിൽ മാത്രം ഇതുണ്ട്. കേരളത്തിൽ മാത്രം ഇതുണ്ടെങ്കിലും അവർ കാലത്തിനനുസരിച്ച് മാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. ഇപ്പം അവർ എന്തിനൊക്കെ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയാലും ഇപ്പോൾ വരുന്ന പുതിയ പ്രസ്ഥാനങ്ങളൊക്കെ അവർ പ്രതിപക്ഷത്തേക്ക് പോകുമ്പോൾ ഇനി അത് തകർക്കാനേ ശ്രമിക്കുള്ളൂ. അപ്പോൾ ആരെങ്കിലും ഇപ്പോൾ അവർ പറയുന്ന വർത്തമാനം കേട്ട് ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞ് കേരളത്തിൽ വന്നാലും ദേ വിൽ ലാൻഡ് ഇൻ ട്രബിൾ. അല്ലാതെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു സപ്പോർട്ടോ അവരെ കൊണ്ടെന്തെങ്കിലും ഗുണമോ ഈ വരുന്ന ആൾക്കാർക്ക് ഉണ്ടാകില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതേപോലെ അവരുടെ വേറൊരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ എന്തെങ്കിലും അവർക്കെതിരെ ഒരു ആക്രമണം നടന്നാൽ അത് വലിയ സംഭവമാണ്. ഈ വലിയ സംഭവമായിരിക്കുമ്പോൾ തന്നെ ഇവർ മറ്റുള്ള കാര്യങ്ങളെപ്പറ്റി എങ്ങനെ പറയുന്നത്? ഇവിടെ ഉദാഹരണത്തിന് പറഞ്ഞു കഴിഞ്ഞാൽ, പഴയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്നു, എമർജൻസി കാലത്ത് കൊല്ലപ്പെട്ട ഒരാൾ ഓർക്കുന്നുണ്ടായിരുന്നു, രാജൻ. RECയിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അതിനെയൊക്കെ പറ്റി വലിയ വാതോരാതെ സംസാരിക്കുന്നു, ലേഖനങ്ങൾ എഴുതുന്നു, സിനിമ പിടിക്കുന്നു, പിറവി എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തോ അവാർഡൊക്കെ കിട്ടുന്നു. ഇതൊക്കെ നല്ല കാര്യമാണ്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൽ ഇൻട്രസ്റ്റ് എടുക്കണം. പക്ഷേ അതേസമയം വേറെ ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഗ്രൂപ്പിൽ നിന്ന് ചെയ്യുന്ന കുറ്റങ്ങൾ ഇവർ ഒരിക്കലും കാണാറില്ല. ഇപ്പോൾ ചൈനയിൽ Tiananmen സ്ക്വയർ 7000 പേര് കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞത്. ഇവിടെ എന്തെങ്കിലും റിയാക്ഷൻ നമ്മൾ കണ്ടോ? ഒരു കുഴപ്പം അവർക്കില്ലല്ലോ. അതേപോലെ കംബോഡിയയിൽ 20% ഓഫ് ദി പോപ്പുലേഷനാണ് പോൾ പോട്ട് എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ കൂടെ യാങ് സാരെ, ക്യൂ സഫാൻ എന്നൊക്കെ പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു, ഒരു ത്രിമൂർത്തികൾ എന്ന് പറയും. അവർ കൊന്നൊടുക്കിയത് അവിടുത്തെ എൻ്റയർ പോപ്പുലേഷൻ്റെ 20% ആണ്. അന്ന് അവിടെ ഒരാളെ കൊല്ലാനായിട്ടുള്ള കാരണമായിട്ട് പറഞ്ഞിരുന്നത് കണ്ണട വയ്ക്കുന്നു എന്നാണ്. കണ്ണട വയ്ക്കുന്ന ആൾ ബുദ്ധിജീവിയായിരിക്കും, അതുകൊണ്ട് നമ്മൾ പറയുന്നതനുസരിക്കില്ല, അതിനെതിരെ അഭിപ്രായം പറയും എന്നൊക്കെ പറഞ്ഞ് അവിടെ കൊല്ലുന്നുണ്ടായിരുന്നു. അപ്പോൾ പലയിടത്തും ഈ തലയോട്ടികൾ കൂട്ടിയിട്ടിരിക്കുന്നതാണ്.
നമ്മളിവിടെ കുമ്പളങ്ങി മത്തങ്ങ കൂട്ടിയിട്ടേക്കുന്നിടത്ത് ഇപ്പോഴും പലയിടത്തും തലവെട്ടികൾ കിടപ്പുണ്ട്. ഇതിനെപ്പറ്റിയൊന്നും മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു ബോധറേഷനുമില്ല, യാതൊരു കുറ്റവും പറയില്ല. അതേസമയം അവർ കുറ്റം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ള പാർട്ടീസിൻ്റെ കുറ്റം വേഗം കണ്ടെത്തും. ഇപ്പോൾ ഇറാനിൽ ഷാ ഭരിക്കുന്ന കാലത്ത് ഷാ റീസ പഹ്ലവി എന്ന് പറയുന്ന ആൾ ഭരിക്കുന്ന സമയത്ത് അവിടെ എന്തോ ലാട്ടി ചാർജ് നടന്നെന്നും പറഞ്ഞ് ഇവിടെ SFIക്കാരൊക്കെ സമരം നടത്തി. ഞാൻ പഠിക്കുന്ന കാലത്തെ സംഭവമാണ്. അതേസമയം സദ്ദാം ഹുസൈൻ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കെമിക്കൽ വെപ്പൺ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഹലാബ്ജ എന്ന് പറയുന്ന സ്ഥലത്ത് കെമിക്കൽ വെപ്പൺ അദ്ദേഹത്തിൻ്റെ ജനങ്ങളുടെ മേലിട്ടു. ഈ കുർദുകൾ എന്ന് പറയുന്നത് 5000 പേര് മരിച്ചു. നമ്മുടെ മാർക്സിസ്റ്റ് പാർട്ടി അറിയുന്നുണ്ടോ? അതേപോലെ എത്രയോ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ നടക്കുന്നു, ദുഷ്ടതകൾ നടക്കുന്നു. ഇതൊന്നും മാർക്സിസ്റ്റ് പാർട്ടി അറിയുന്നില്ല, അതിനെപ്പറ്റി സംസാരിക്കില്ല. ഇനി അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാത്തിനും ഒരു മറുപടിയാണ്, ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. അപ്പോൾ ഇതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതേപോലെ അവർക്ക് രാജ്യസ്നേഹമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാജ്യത്തെപ്പറ്റി അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നത് വളരെ ചുരുക്കമായിട്ട് ഞാൻ കേട്ടിട്ടുള്ളൂ മാർക്സിസ്റ്റ് പാർട്ടി. അവർക്ക് എപ്പോഴും ഇന്ത്യയുടെ പുച്ഛമാണ്. അവർക്ക് ചൈനയെ പറ്റിയൊക്കെയാണ് അഭിമാനം. മാത്രമല്ല ഇൻഡിപെൻഡൻസ് ഡേ അല്ലെങ്കിൽ റിപ്പബ്ലിക് ഡേ ഒക്കെ പറ്റി അവർ എന്തുമാത്രം പുച്ഛിച്ചാണ് ഒരു കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇൻഡിപെൻഡൻസ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞാലും അവർക്ക് യാതൊരു വികാരമില്ലായിരുന്നു. ഒരു കാലത്ത് അതിനെ വഞ്ചനാ ദിനമെന്നോ കരിദിനം എന്നൊക്കെ പറഞ്ഞ് നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അതിന് ദർ ആർ നോട്ട് ടേക്കേഴ്സ്. അതാർക്കും ഇവരുടെ ഈ തിയറി വേണ്ട എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേയിലൊക്കെ പങ്കെടുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ അവർക്ക് അതിലൊരു താല്പര്യമില്ല, യാതൊരു അഭിമാനവും ഇന്ത്യയെ പറ്റിയില്ല. അതാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാട്. പിന്നെ വേറെ അവരിങ്ങനെ കുറേ അവരുടെ ഇമാജിനേഷനിൽ നിന്ന് തന്നെ കുറേ ശത്രുക്കളെ കണ്ടെത്താണ്. അവർക്കൊരു കാലത്ത് ഈ കുട്ടികൾക്കൊക്കെ പ്രസംഗ പരിശീലനത്തിന് കൊടുത്തിരുന്ന വിഷയം എന്താണ്? ടാറ്റ തൊഴിലാളികളുടെ രക്തം ഊറ്റിക്കുടിക്കുന്നു എന്നാണ്. വാസ്തവത്തിൽ ഈ ടാറ്റയൊക്കെ പറ്റി ഇവരല്ലാതെ വേറെ ആരും അങ്ങനെ പറയില്ല. ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ഓൺട്രപ്രനേഴ്സോ മറ്റുള്ള ആൾക്കാരോ ടാറ്റയെ പറ്റി സംസാരിക്കുമ്പോൾ ഈ മഹാത്മാഗാന്ധിയോ അല്ലെങ്കിൽ മദർ തെരേസയെ പറ്റി സംസാരിക്കുന്ന പോലെയാണ് ഇൻഡസ്ട്രിയിൽ ഇന്ത്യയിലെ ഏറ്റവും റെസ്പെക്റ്റബിൾ ഒരു ഹലൗഡ് ഫാമിലി എന്നാണ് പറയുക ടാറ്റേനെ. ദി ഹലൗഡ് ഹൗസ് ഓഫ് ടാറ്റാസ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ നമ്മൾ ഇവർക്കെതിരെ ശത്രുതാ മനോഭാവം ആൾക്കാരിൽ വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് ഇവിടെ യാതൊരു ഇൻഡസ്ട്രി ഇല്ലാതെയായി. കേരള ഈസ് ആൻ ഇൻഡസ്ട്രിയൽ ഗ്രേവിയാർഡ്. കേരളത്തിൽ ഇൻഡസ്ട്രി ഇല്ല, കേരളത്തിൽ അഗ്രികൾച്ചറും ഇല്ല. ഇത് രണ്ടും നശിപ്പിച്ചതിൽ ഏറ്റവും വലിയ റോള് CPM-നാണ്. വേറെ ആൾക്കാർക്കും പങ്കുണ്ടായിരിക്കും. അതേപോലെ അവർ വളരെ അഭിമാനത്തോടുകൂടി വിദ്യാഭ്യാസം, അതേപോലെ ഹെൽത്ത് സെക്ടറിനെയൊക്കെ പറ്റി പറയും. ഈ കേരളത്തിലെ ഹെൽത്ത് വിദ്യാഭ്യാസമൊക്കെ ലോകത്തിന് മുഴുവനും മാതൃകയാണെന്നൊക്കെ പറയും. ഈ വിദ്യാഭ്യാസം ഈ കേരളത്തിൽ ഇത്രയധികം വ്യാപിക്കുന്നതിന്, അല്ലെങ്കിൽ ലിറ്ററസിയിൽ കേരളം ഇന്ത്യയിൽ ഫസ്റ്റ് വരുന്നതിന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തെങ്കിലും റോളുണ്ടോ? മാർക്സിസ്റ്റ് പാർട്ടി എന്തെങ്കിലും അതിന് അനുകൂലമായിട്ട് ചെയ്തിട്ടുണ്ടോ? ഉള്ള സ്ഥാപനങ്ങൾ അടിച്ചു പൊളിക്കലല്ലാതെ വേറെ എന്തെങ്കിലും അവർ ചെയ്തിട്ടുണ്ടോ? പക്ഷേ അവരെപ്പോഴും സംസാരിക്കുമ്പോൾ നമ്പർ 1 കേരള, ഞങ്ങളിവിടെ ഭരിക്കുന്നു, ഇവിടെ ഭയങ്കര വിദ്യാഭ്യാസം എന്നൊക്കെ പറയും. ഈ വിദ്യാഭ്യാസമായിട്ടും ഒരു ബന്ധമില്ലാത്തൊരു പാർട്ടി ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടി ആണ്. നമ്മൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ വിദ്യാഭ്യാസം ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിക്കോസ് ഓഫ് ദി CPM എന്നല്ല, ഇൻസ്പൈറ്റ് ഓഫ് ദി CPM എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിട്ടോടെ വിദ്യാഭ്യാസം ഉണ്ട്. അത് വലിയ അത്ഭുതമാണ്. കാരണം മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടായിരുന്നല്ലോ ബംഗാളിൽ. അവിടെ എത്രയോ നൊബൽ പ്രൈസ് വരെ കിട്ടിയിരിക്കുന്ന ഒരു സ്റ്റേറ്റാണത്. ആ സ്റ്റേറ്റിൽ ഇപ്പം എന്ത് വിദ്യാഭ്യാസം? ത്രിപുരയിൽ എന്താണ് കണ്ടീഷൻ? അപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ബംഗാൾ ഭരിച്ചതുകൊണ്ട് അവിടെ വിദ്യാഭ്യാസം കൂടുതലല്ല ചെയ്ത്, നമുക്ക് ഇവിടെ തൊഴിലാളികളായിട്ട് പണിയെടുക്കാനായിട്ട് ആൾക്കാരെ കിട്ടി ബംഗാൾ അവർ ഭരിച്ചതുകൊണ്ട്. അപ്പോൾ ഇതാണ് ഇവരുടെ മുന്നോട്ട് ഉള്ള കാഴ്ചപ്പാട്. അതേപോലെ ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലോ അതേപോലെ ഹെൽത്തിൻ്റെ കാര്യത്തിലോ ഒക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ നമ്പർ 1 കേരളയാക്കി എന്നൊന്നും പറയാൻ മാർക്സിസ്റ്റ് പാർട്ടിക്ക് യാതൊരു അർഹതയില്ല. മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇതിൽ യാതൊരു റോളുമില്ല എന്നുള്ളതാണ് എനിക്കതിനെപ്പറ്റി തോന്നിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മുൻകാലങ്ങളിൽ ഇപ്പം ട്രാക്ടർ വന്നു, അപ്പോൾ അതിനെതിരെ സമരം, കമ്പ്യൂട്ടർ വന്നു, അതിനെതിരെ സമരം. അപ്പോൾ എല്ലാ കാര്യത്തിലും ആദ്യം സമരം ചെയ്യുകയും പിന്നീട് അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയും ചെയ്തു. അപ്പോൾ എല്ലായ്പ്പോഴും ഇങ്ങനെ CPM നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാണെന്നുള്ള ഒരു ചിന്ത ഒരുപക്ഷെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായില്ലേ? അപ്പോൾ മാത്രമല്ല ഇപ്പം ഈ സ്വാശ്രയ സമരം വലിയ കത്തിപ്പടർന്നു. അങ്ങനെയാണ് പുഷ്പൻ എന്ന് പറയുന്ന ഒരാൾ കൊല്ലപ്പെട്ടത്. ഒടുവിൽ ആ പരിയാരം മെഡിക്കൽ കോളേജിൻ്റെ ഭരണം പോലും CPM-ന്റെ കയ്യിലേക്ക് വന്നു. അപ്പോൾ എല്ലായിടത്തും ഭരണത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അധികാരത്തിന് വേണ്ടിയിട്ട് അവർ പറയുന്നതിനെല്ലാം വിഴുകുന്ന ഒരു നിലപാടാണ്. അപ്പോൾ AK ബാലൻ ഉൾപ്പെടെയുള്ളവർ നേരത്തെ പറഞ്ഞിരുന്നു ഈ ശശി തരൂർ വലിയ നേതാവാണ്, വിശ്വപൗരനാണ്, വലിയൊരു ഡിപ്ലോമാറ്റാണ്. ഇപ്പോൾ അതൊക്കെ തെറ്റായിപ്പോയി എന്ന് അവർക്ക് പറയേണ്ടി വരുന്നു അല്ലേ?
അതായത് ശശി തരൂരിനെ അവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി പിടിച്ച് വേണമെങ്കിൽ CPM-ലേക്ക് എടുക്കാന്നുള്ള ലക്ഷ്യം വെച്ചിട്ടായി പറയുന്നത്. അതേസമയം അവരുടെ താളത്തിനൊത്തിരി ശശി തരൂർ തുള്ളനുള്ളത് കൊണ്ടാണ് ഇപ്പോൾ 2 ആഴ്ച കഴിയുമ്പോൾ അദ്ദേഹത്തെ തെറി പറയാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഇപ്പോൾ ഇവര് 22-ാം നൂറ്റാണ്ടായാലും 21 നൂറ്റാണ്ടിന്റെ കാര്യം മനസ്സിലാക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ആക്രമണം തുടങ്ങും. ഇത്രയും നാളെ ഇവിടെ എന്തെങ്കിലും തല്ലുണ്ടായി ശശി തരൂർ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഈ ശശി തരൂരിനെ സപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല BJP-യിലേക്ക് എങ്ങനെ പോവുകയാണെങ്കിൽ അത് പോകരുത്, അത് നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഇങ്ങോട്ട് പോരെ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലാതെ അവർക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ പറയുന്ന ശശി തരൂരിനോടൊന്നും ഒരു റെസ്പെക്ട് ഉണ്ട്. അത് പണ്ടും ഇതേപോലെ ആയിരുന്നല്ല. AK ആന്റണി ഒരു കാലത്ത് ഭയങ്കര ഇമേജ് ആയിരുന്നു. അന്ന് ചിലത് കോൺഗ്രസിനെതിരെ പറയുമ്പോൾ ഇവർ ഉടനെ AK ആന്റണിയെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. പിന്നീട് കരുണാകരൻ DIC ഉണ്ടാക്കി. അപ്പോൾ പിണറായി കരുണാകരനെ അങ്ങോട്ട് കൂട്ടാൻ നടന്നതാണ്. പിന്നെ അച്യുതാനന്ദനെ എതിർത്തോണ്ട് ഇല്ല. അപ്പൊ ആരെങ്കിലും ഇപ്പൊ ഇവിടെ ഉടക്കി നിൽക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ സപ്പോർട്ട് പറയും. അപ്പൊ അതേപോലെയാണ് ഈ ശശി തരൂരിനെ പറ്റി സപ്പോർട്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി അങ്ങനെ ഇവരുടെ താളത്തിന് തുള്ളുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ശശി തരൂരിനെയും തല്ലി പറയും. അതാണ് കാഴ്ചപ്പാട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.